ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ബ്രെയിൻ കാർന്നു തിന്നുന്ന ഒരു അമീബ, നൈഗ്ലേറിയ ഫൗളറി, ഇതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ വൈറസ്, ബാക്ടീരിയ ഇതുപോലുള്ള ഒരു ഏകകോശ ജീവിയാണ്. ഏകകോശ ജീവി ഈ പ്രോട്ടോസോവ ഗ്രൂപ്പിൽ പെട്ടതാണ് ഈ അമീബ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഏകകോശ ജീവികളാണ്. അപ്പോൾ ഇതിനെ മലയാളി ഇട്ടിരിക്കുന്ന ഓമനപ്പേരാണ് തലച്ചോറ് കാർന്നു തിന്നുന്ന അമീബ. ഇത് കൂടുതലും വളരുന്നത് ഈ അഴുക്ക് വെള്ളത്തിലൊക്കെ. അതിൽ നമ്മുടെ വേനൽക്കാലം വരുമ്പോൾ ഈ അഴുക്ക് വെള്ളം ചൂടാകുകയും അതിൻ്റെ ലെവല് താഴുകയും ചെയ്യും. അപ്പോൾ ഇത് കൂടുതൽ പെറ്റുപെരുകാനായിട്ട് സാധ്യത ഇതുപോലുള്ള വെള്ളത്തിലാണ്. അപ്പോൾ അഴുക്ക് വെള്ളം, അതുപോലെ തന്നെ വേണ്ട രീതിയിൽ ശുദ്ധീകരിക്കാത്ത സ്വിമ്മിംഗ് പൂളുകൾ എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളുകൾ എപ്പോഴും ക്ലോറിനേറ്റ് ചെയ്യണമെന്നാണ് അതിൻ്റെ നിയമം. പക്ഷേ ചിലത് അതുപോലെ ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെയാണ് ഇത് നന്നായിട്ട് വളരുന്നത്. ഇത് വളരാത്ത വെള്ളം എന്ന് പറയുന്നത് ഒന്ന് ഉപ്പ് വെള്ളം, അതുപോലെ ക്ലോറിനേറ്റഡ് വെള്ളം, അതുപോലെ ഒഴുക്കുള്ള വെള്ളം. ഇതിലൊന്നും ഇതധികം കാണാറില്ല. ഇത് കണ്ടുവരുന്നത് ഇതുപോലെ അഴുക്കുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലാണ്. വേനൽക്കാലത്ത് ചൂട് കൂടുമ്പോൾ ഇതിന് വളർച്ച വളരെ പെട്ടെന്നാകും. ഇത് പടരുന്ന രീതി, ഇത് യാതൊരു കാരണവശാലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരത്തില്ല. ഇത് പകരുന്നത് ഈ അഴുക്ക് വെള്ളത്തിൽ കുളിക്കുന്ന കുട്ടികൾ, ഈ മൂക്ക് അടക്കം മുങ്ങി കുളിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ കയറാൻ സാധ്യത ഈ ഡൈവ് ചെയ്ത് ഒക്കെ കുളിക്കുന്നവർക്കാവുമ്പോൾ ഇത് നമ്മുടെ മൂക്കിലോട്ടങ്ങ് ഇടിച്ചു കയറും. അപ്പോൾ ഈ മൂക്കും ബ്രെയിനുമായിട്ട്, മൂക്കിൻ്റെ ഈ ദ്വാരത്തിൻ്റെ ഈ അറ്റത്തിൽ വരുമ്പോൾ അത് ബ്രെയിനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു ബോണാണ്. ഇത് കുട്ടികളിൽ ഇത് കുറേ കൂടെ തിന്നാണ്. ആ തിൻ ബോണിൽ അരിപ്പ പോലെ കുറേ കിഴുത്തകളുണ്ട്. ഇത് ഈ ഓൾഫാക്ടറി നെർവ് ബ്രെയിനിൽ നിന്ന് മൂക്കിൻ്റെ മ്യൂക്കോസയിലോട്ട് വരുന്ന ഓൾഫാക്ടറി നെർവ് ഈ കൊച്ചു കൊച്ചു കിഴുത്തയിൽ കൂടെയാണ് വരുന്നത്. ആ കിഴുത്ത ഈ അമീബക്ക് ഉള്ളിൽ കയറാനുള്ള ഒരു കിഴുത്തയായിട്ട് കൂടെ പ്രവർത്തിക്കും. അപ്പോൾ ഈ മോളിൽ നിന്നൊക്കെ ഡൈവ് ചെയ്ത് വെള്ളത്തിലോട്ട് വന്ന് വീഴുമ്പോൾ ഇത് വെള്ളം ഇടിച്ച് മൂക്കിലോട്ട് കയറും. അതുപോലെ തന്നെ മുങ്ങിക്കുളിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഈ വെള്ളം, അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ബലികർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുമ്പോൾ അത്ര ശുദ്ധ വെള്ളത്തിലൊന്നും ആയിരിക്കത്തില്ല ഈ മുങ്ങുന്നത്. ഇതെല്ലാം ഇതിന് ഈ അമീബ മൂക്കിൽ കൂടെ ബ്രെയിനിൽ കടക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇവിടെ സമാധാനമുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഇത് മനുഷ്യരിൽ നിന്ന് യാതൊരു കാരണവശാലും മനുഷ്യരിലേക്ക് പകരത്തില്ല. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മരണനിരക്ക് 97% തൊട്ട് 100% വരെയാണ്. അപ്പോൾ ഈ അമീബ നമ്മുടെ ബ്രെയിനിൽ കടന്നു കഴിഞ്ഞാൽ അത് ബ്രെയിൻ തിന്നുകൊണ്ട് ജീവിക്കുന്നു. ഈ സാധാരണ അമീബേനെ പോലെ തന്നെ ഈ അമീബയും ഈ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ ഈ രോഗമാണ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രോഗലക്ഷണങ്ങൾ പെട്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ 1 ദിവസം തൊട്ട് 10 ദിവസത്തിനകം ഇതിൻ്റെ സിംറ്റംസ് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ബാക്ടീരിയൽ മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ് ഇതിന് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പനി, അതുപോലെ തന്നെ കടുത്ത തലവേദന, ഓക്കാനം, ഛർദി, വിശപ്പില്ലായ്മ, അതുപോലെ സ്റ്റിഫ് നെക്ക്, ഇങ്ങനെ കഴുത്തിങ്ങനെ അനക്കാനൊന്നും പറ്റാത്തൊരു കണ്ടീഷൻ വരും, സ്റ്റിഫ് നെക്ക്. അതുപോലെ ആശയക്കുഴപ്പങ്ങൾ, മതിഭ്രമം, ഫോട്ടോഫോബിയ എന്ന് പറഞ്ഞാൽ ലൈറ്റിനോടുള്ള ഒരു പേടി, അതുപോലെ അപസ്മാരം, അതുപോലെ ചിലപ്പോൾ ഇത് കോമ സ്റ്റേജിലോട്ട് പോകാം. അപ്പോൾ ഈ അസുഖത്തിന് പറയുന്ന പേര് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നാണ്.
അപ്പോൾ ഈ ലക്ഷണങ്ങളായിട്ട് ഒരാൾ ഹോസ്പിറ്റലിലോട്ട് ഇപ്പോൾ കടുത്ത തലവേദനയും പനി ഈ പറഞ്ഞ മോളി പറഞ്ഞ ലക്ഷണങ്ങളുമായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അത്ര ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയണം. അത് നമുക്ക് ഡയഗ്നോസിസ് പെട്ടെന്നാക്കാനായിട്ട് സഹായിക്കും. ഡയഗ്നോസിസ് താമസിച്ചു പോയാലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ താമസിക്കുന്നത്. ഇതിൻ്റെ ഡയഗ്നോസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നട്ടെല്ല് കുത്തി പരിശോധന, നട്ടെല്ല് കുത്തി നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എടുത്തിട്ട് അതിൽ അമീബയുടെ സാന്നിധ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിശോധന. ഇതിൻ്റെ ചികിത്സ, ഈ അമീബയ്ക്ക് യഥാർത്ഥത്തിൽ പല മരുന്നുകളുണ്ട്. അത് അമീബയ്ക്ക് വളരെ എഫക്റ്റീവാണ് താനും. പക്ഷേ ഈ പ്രത്യേക അമീബ നൈഗ്ലേറിയ ഫൗലറി ഇതിന് ഈ മരുന്നൊന്നും ഈ സാധാരണ അമീബക്ക് കൊടുക്കുന്ന മരുന്നുകളൊന്നും ഏക്കത്തില്ല. അപ്പോൾ ഇതിന് സ്പെസിഫിക് ആയിട്ടൊരു മരുന്ന് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി. അതുകൊണ്ട് ഈ അസുഖം വന്നാൽ മരണനിരക്ക് ഏകദേശം 97% to 100%. ഇതിന് ഇപ്പോൾ വരെയുള്ള ചികിത്സ പല മരുന്നുകളുടെ ഒരു മിശ്രിതം കൂട്ടി അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആൻറ്റി ഫംഗൽ ഉണ്ട്, ആൻറ്റിബയോട്ടിക് ഉണ്ട്, അങ്ങനെ പലതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഏക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ ഏറ്റവും പ്രധാനം നമുക്കിത് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രതിരോധ മാർഗം, അപ്പോൾ ഏറ്റവും പ്രധാനം ഈ അഴുക്ക് വെള്ളത്തിൽ നമ്മുടെ വേനൽക്കാലങ്ങളാണ് ഏറ്റവും ഡേഞ്ചറസ്. ഈ അഴുക്ക് വെള്ളങ്ങളിൽ മുങ്ങിക്കുളിക്കാതിരിക്കുക. അതുപോലെ ഈ ഡൈവ് ചെയ്യുമ്പോൾ ചാടി വെള്ളത്തിലോട്ടൊക്കെ വീഴുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതലും ഈ മൂക്കിൻ്റെ നേരെ മുകളിലോട്ട് ചെന്നിട്ട് ബ്രെയിനിലോട്ട് അമീബ കടക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ വെള്ളം തന്നെ കുടിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ മൂക്കിൽ കയറരുത്. അപ്പോൾ മൂക്കിൽ കുളിക്കുകയാണെങ്കിൽ മൂക്ക് ഇങ്ങനെ മൊത്തിപ്പിടിച്ചിട്ട് വേണമെങ്കിൽ കുടിച്ചാലും അത്രയും പ്രശ്നമില്ല. അതുപോലെ തന്നെ ഈ നിബന്ധനകൾ പാലിക്കാത്ത സ്വിമ്മിംഗ് പൂളുകൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ഈ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യണമെന്നൊരു നിബന്ധന ഉണ്ട്. അത് പാലിക്കാത്ത സ്വിമ്മിംഗ് പൂള് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബലിയിടൽ കർമ്മങ്ങൾ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ അത്ര വൃത്തിയുള്ള വെള്ളത്തിലൊന്നും ആയിരിക്കത്തില്ല ഈ പോയി മുങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കഴിവതും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ അസുഖം പകരാതിരിക്കാനുള്ള മാർഗങ്ങൾ. ഇനി ഇതിൻ്റെ അവസാനം ഇന്നത്തെ ഒരു ന്യൂസ് മനോരമയിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു രോഗി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു രോഗി, അദ്ദേഹം രക്ഷപ്പെട്ട് ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തി. അത് ഇന്ത്യയിൽ തന്നെ ആദ്യ സംഭവമാണെന്നാണ് ആ മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ടീം ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിനും അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത നേഴ്സുമാർക്കും എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.